നമസ്കാരം. വാട്ടർ അതോറിറ്റി LD ടൈപ്പിസ്റ്റ് ഓഗസ്റ്റ് മാസം നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂളിലെ C++ ബേസിക്സ് എന്ന ടോപ്പിക്സാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്തു പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അടുത്ത സെക്ഷനാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഓപ്പറേറ്റേഴ്സ് ആർ ക്യാരക്ടേഴ്സ് ഓർ സൈൻസ് ദാറ്റ് റെപ്രസെൻറ്റ് മാത്തമാറ്റിക്കൽ ഓർ ലോജിക്കൽ ഓപ്പറേഷൻസ് ലൈക്ക് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ എക്സെട്ര. എന്താ പറഞ്ഞിരിക്കുന്നത്? ഓപ്പറേറ്ററുകൾ എന്ന് പറയുന്നത് എന്താണ്? ഒന്നെങ്കിൽ ക്യാരക്ടറുകളോ അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സൈനുകളോ ആവും അല്ലേ? ക്യാരക്ടറുകളോ ഏതെങ്കിലും സൈനുകളോ ആവാം. എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? മാത്തമാറ്റിക്കലോ അല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ള ഓപ്പറേഷൻസുകൾ നമുക്ക് പ്രോഗ്രാമിൽ ചെയ്യേണ്ട ആവശ്യം വരത്തില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഈ ലോജിക്കൽ ഓപ്പറേഷൻസുകളോ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസൊക്കെ നമ്മൾ ചെയ്യാൻ നേരം നമുക്ക് എന്ത് വേണം? അവിടെ ഓപ്പറേറ്ററുകൾ വേണം. അപ്പോൾ അവർ ഇവിടെ ക്യാരക്ടറുകളോ സൈനുകളോ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കേട്ടോ. നോക്കിക്കേ, നമ്മുടെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പോലെ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു. രണ്ട് നമ്പേഴ്സ് എനിക്ക് കൂട്ടണം. അപ്പോൾ എനിക്ക് കൂട്ടണമെങ്കിൽ എന്തോ വേണം? അവിടെ നമ്മുടെ പ്ലസ് സൈൻ വേണ്ടേ? അപ്പം ഇത് നമ്മുടെ പ്രോഗ്രാമിന് മനസ്സിലാവണ്ടേ? അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാം സെക്ഷനോട്ടൊക്കെ എന്താണ് വരുന്നത്? CPP-ക്കകത്തൊക്കെ ഓപ്പറേറ്റേഴ്സ് ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. C++-നകത്തോട്ട് നമ്മുടെ ഓപ്പറേറ്ററുകളുടെ ലിസ്റ്റിൽ വരുന്നവരാണ് ഈ പ്ലസ് മൈനസ് ഒക്കെ കേട്ടോ. അപ്പോൾ അതുപോലെ ലോജിക്കൽ ഓപ്പറേഷൻസ് കാണുമല്ലോ. ലോജിക്കൽ ഓപ്പറേഷൻസ് എന്താണ്? അപ്പോൾ രണ്ട് ആൻസർ ഇവിടെ കാണത്തുള്ളൂ ഇല്ലേ? ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഏതെങ്കിലും ഒരു ഉത്തരം ഉണ്ടായിരിക്കും. രണ്ട് റിസൾട്ട് ആയിരിക്കും, ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പോൾ എന്തായാലും ശരി, നമുക്ക് എന്താണ് ഒരു ഓപ്പറേഷൻ നമ്മൾ C++ പ്രോഗ്രാമിൽ ചെയ്യണം. ഓരോരോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ ആ സമയത്ത് അത് മാത്തമാറ്റിക്കലോ അല്ലെങ്കിൽ ലോജിക്കലോ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആയിക്കോട്ടെ, ആ സമയത്ത് നമുക്ക് എന്ത് വേണം? അവിടെ ഓപ്പറേറ്ററുകൾ വേണം. ആ ഓപ്പറേറ്ററുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് നമ്മളിങ്ങനെ പറയും കേട്ടോ. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും എന്തിന്? അഡീഷനോ സബ്സ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലോജിക്കൽ ഓപ്പറേഷൻസോ ഒക്കെ ചെയ്യാൻ നേരം നമുക്ക് അവിടെ ഓപ്പറേറ്റേഴ്സിൻ്റെ ആവശ്യമുണ്ട്. എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. നോക്കിക്കേ, ഏതൊക്കെയാണ് ഓപ്പറേറ്റേഴ്സിനകത്ത് വരുന്നത് കണ്ടോ. എനിക്ക് രണ്ട് നമ്പർ കൂട്ടണമെങ്കിൽ രണ്ടോ മൂന്നോ നാലോ നമ്പർ കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്താ വേണം? പ്ലസ് സൈൻ വേണ്ടേ? കുറയ്ക്കണമെങ്കിൽ മൈനസ്. അതുപോലെ ഡിവിഷൻ്റെത്, മൾട്ടിപ്ലിക്കേഷൻ്റെത്, പിന്നെന്തുണ്ട്? ഇതിൻ്റെ പേരാണ് മോഡുലർ ഓപ്പറേറ്റർ കേട്ടോ. മോഡുലർ ഓപ്പറേറ്റർ. മോഡുലർ ഓപ്പറേറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയോ? നമുക്ക് എന്ത് കാണാനാ? റിമൈൻഡർ കാണാൻ. അതായത് ഡിവിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഏറ്റവും മുകളിലത്തെ ഇപ്പം 10/5 ചെയ്യുന്നെങ്കിൽ എത്ര വട്ടം അടങ്ങും? 5 2 വട്ടം അടങ്ങും. അപ്പോൾ 2 അവിടുത്തെ ഉത്തരം കിട്ടുന്നത്. പക്ഷെ നമുക്ക് മോഡുലേറ്റർ ചെയ്യുവാണെങ്കിൽ എന്ത് കിട്ടുന്നത്? താഴെ ശിഷ്ടം വരുന്ന കാര്യങ്ങൾ കേട്ടോ. ഇപ്പോൾ 9/5 ഞാൻ ചെയ്യുന്നു. അപ്പോൾ ഒരു വട്ടമല്ലേ അടങ്ങത്തുള്ളൂ. ബാലൻസ് എത്ര കിട്ടും? റിമൈൻഡർ എത്ര കിട്ടി? 4. അങ്ങനെ താഴത്തെ കാര്യം കാണാൻ വേണ്ടിയിട്ടായിരിക്കും മോഡുലർ ഓപ്പറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെന്തുണ്ട്? ഗ്രേറ്റർ ദാൻ സൈൻ ഉണ്ട്, ഈക്വൽ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്, ഇങ്ങനെ കാണുന്ന ആൾക്കാരാണ് ഓപ്പറേറ്ററുകൾ നമ്മൾ പറയുന്നത് കേട്ടോ. ഓപ്പറേറ്ററുകൾ എന്തിനാ? ഓരോരോ ഓപ്പറേഷൻസ് മാത്തമാറ്റിക്കലോ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസോ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ആൾക്കാരാണ് ഓപ്പറേറ്ററുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഓപ്പറാൻഡ് എന്താണ്? ഓപ്പറാൻഡ് ഓപ്പറേറ്റേഴ്സ് യൂസ് 1 or more വാല്യൂസ് കാൾഡ് ഓപ്പറാൻഡ്സ്. അതായത് ഓപ്പറേറ്ററുകൾ വെറുതെ ഇരുന്ന് നമുക്കൊരു കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്കെന്തോ വേണം? അവിടെ ഓപ്പറാൻഡുകളും കൂടെ വേണം. അങ്ങനെ എന്ത് ചെയ്യും? ഒന്നോ അതിലധികമോ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും? ഓപ്പറേറ്ററുകളെ ഇട്ട് കൊടുക്കും. ഇപ്പം എനിക്ക് രണ്ട് നമ്പേഴ്സ് കൂട്ടണം. ഞാൻ എ ബി എന്ന് പറയുന്ന രണ്ട് വേരിയബിളിനകത്ത് A=2 എന്നോ B=5 എന്തെങ്കിലും കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് ഇവരെ രണ്ടുകൂടെ കൂട്ടണമെങ്കിൽ എന്തായി? 2 പേരായില്ലേ? നടുക്ക് A + B എന്നായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ പ്ലസ് എന്ന് പറയുന്നത് ഓപ്പറേറ്ററാണ്, നമ്മളിപ്പോൾ പഠിച്ച്. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്നവരാരായിരിക്കും? എയും ബിയും ആരായിരിക്കും? അന്നേരം ഓപ്പറാൻഡുകളായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഓപ്പറേറ്ററുകൾ ഒന്നോ അതിലധികമോ ഓപ്പറാൻഡുകളെ ഉപയോഗിക്കും. ഓക്കെ, ഓപ്പറാൻഡ്സ് ആർ ഡേറ്റ വാല്യൂസ് ഓർ ഡേറ്റ ഹോൾഡ് വേരിയബിൾസ്. എന്തായിരിക്കും? ഒന്നെങ്കിൽ അത് വാല്യൂ ഡയറക്റ്റ് തരാം, ഡയറക്റ്റായിട്ട് പറയുമായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ആ വാല്യൂവിനെ ഹോൾഡ് ചെയ്യുന്ന ആളായിരിക്കും. ഇപ്പോൾ A എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ A=5 എന്ന് ഞാൻ കൊടുത്തു.
ബി ഈസ് ഈക്വൽ ടു 6 എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ എ പ്ലസ് ബി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് 5ഉം 6ഉം എക്കകത്തും ബിക്കകത്തും ആണ് പോയിരിക്കുന്നത്. അപ്പോൾ അവർ എയും ബിയും വേരിയബിൾ ആണ്. അപ്പോൾ എ പ്ലസ് ബി എന്ന് എഴുതിയാൽ എന്താണ് വേരിയബിളുമായി ഓപ്പറേറ്ററുമായില്ലേ. ഇനി ഇവർ പറഞ്ഞ ഡേറ്റ വാല്യൂ ആണെങ്കിൽ ഡയറക്റ്റ് എനിക്ക് എന്ത് ചെയ്യാം 5+6 എന്ന് എഴുതാം. അപ്പോൾ അത് ഡേറ്റ വാല്യൂ ആണ്. ആ വാല്യൂ ഞാൻ എവിടെയെങ്കിലും കൊണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരേതാണ് അവർ വേരിയബിളാണ്. ആ വേരിയബിളിനകത്ത് ആ വാല്യൂ പോയിരിക്കുന്നുണ്ട്. ഓക്കെ, എക്സാമ്പിൾ നോക്കൂ. 14ഉം 24ഉം ഇവർ രണ്ടുപേരും എന്താണ് ഓപ്പറാൻഡുകളാണ്. ഏത് എക്സ്പ്രഷനകത്ത് നോക്കിക്കേ. 14+24 കണ്ടോ. പ്ലസ് എന്ന് പറയുന്നത് എന്താണ് ഓപ്പറേറ്റർ അല്ലേ. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചില്ല ഓപ്പറേറ്റർ. അപ്പം ഈ ഇങ്ങനെ വരുന്ന വേണ്ട ഇവരൊക്കെയാണ് ആരെന്ന് പറയുന്നത് ഓപ്പറാൻഡ് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് വന്നിരിക്കും. ഇത് തന്നെ ഞാൻ എ ഈക്വൽ ടു എന്ന് പറഞ്ഞ് വന്നിരുന്നെങ്കിൽ എന്തോ വന്നേനെ എ പ്ലസ് ബി എന്ന് വന്നേനെ. എ ഈക്വൽ ടു 14ഉം ബി ഈക്വൽ ടു 24 എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എ പ്ലസ് ബി വന്നേനെ. അപ്പോൾ എയും ബിയും ആണ് അവിടുത്തെ ഓപ്പറാൻഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താവാം ഡയറക്റ്റ് വാല്യൂ ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ആ വാല്യൂവിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു വേരിയബിൾ വേണമെങ്കിലും ആവാം. അപ്പോൾ ഇങ്ങനെ ഒരു അപ്പോൾ എന്തായിരിക്കും ഇവിടെ പറഞ്ഞിട്ടുള്ള എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ പുറത്തങ്ങോട്ട് പറയും, അതിലൂടെ പറയാം എന്തായിരിക്കും. ഇതൊരു എക്സ്പ്രഷനാട്ടോ കേട്ടോ. എന്തായിരിക്കും ഓപ്പറാൻഡുകളും ഓപ്പറേറ്ററുകളും അവരുടെ രണ്ടുപേരുടെയും കോമ്പിനേഷനാണ് ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ പ്ലസ് മൈനസ് അപ്പോഴേ മനസ്സിൽ നിന്നോളം. അതിൻ്റെ കൂടെ എന്താണോ അപ്പുറം വാല്യൂസ് വരുന്നത് അല്ലെങ്കിൽ ആ വാല്യൂവിനെ ഹോൾഡ് ചെയ്യുന്നവരാരാണോ അവരാരെന്താണ് ഓപ്പറാൻഡുകളാണ്. അപ്പം എന്തായിരിക്കും ഒരു എക്സ്പ്രഷൻ? ഇപ്പോൾ ഞാൻ പറഞ്ഞതാ എന്ത് ചെയ്യും ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓപ്പറാൻഡ്സ് വർക്ക് ടുഗദർ ടു ഫോം ആൻ എക്സ്പ്രഷൻ. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കഴിയുമ്പോൾ എന്താവും ഒരു എക്സ്പ്രഷൻ അവിടെ ഫോം ചെയ്യും. എക്സ്പ്രഷൻ ഈസ് എ സീക്വൻസ് ഓഫ് ഓപ്പറാൻഡ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ദാറ്റ് സ്പെസിഫൈസ് എ കമ്പ്യൂട്ടേഷൻ. അല്ലെ, ഒരു കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആരുടെയൊക്കെ കോമ്പിനേഷൻ ഓപ്പറേറ്ററുകളും കാണും, അതിനകത്ത് ഓപ്പറാൻഡുകളും കാണും. അപ്പോൾ അവരെ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടേഷന് നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവമാണ്, ഒരു കാര്യമാണെന്ന് പറയുന്നത് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയേ. എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് സി, അതൊരു എക്സ്പ്രഷനാണ് ഇല്ലേ. നിങ്ങളിവിടെ നോക്കിക്കേ. ഇത് നോക്കണ്ട, ഇത് മാത്രം, ഇവിടെ വരെ മാത്രം ഇത് നോക്ക്. എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് സി. ഇതിനകത്ത് എത്ര ഓപ്പറാൻഡുകളുണ്ട് ആലോചിച്ചേ. എത്ര ഓപ്പറാൻഡുകൾ, ഓപ്പറേറ്റർ അല്ല, എത്ര ഓപ്പറാൻഡുകളുണ്ട്. എ ബി സി എത്ര പേരുണ്ട്? 3 ഓപ്പറാൻഡുകളുണ്ട്. എത്ര ഓപ്പറേറ്റർ ഉണ്ട്? എത്ര ഓപ്പറേറ്റർ ഉണ്ട്? പ്ലസും ഈസ് ഈക്വൽ ടു 2 ഓപ്പറേറ്ററും 3 ഓപ്പറാൻഡുകളാണ് ഇതിനകത്തുള്ളത്. ക്ലിയർ ആയല്ലോ. ഇവരുടെ ഒരു കോമ്പിനേഷൻ ഞാൻ എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടേഷന് വേണ്ടി ചെയ്ത് കഴിയുമ്പോൾ എന്തായി ഇതൊരു എക്സ്പ്രഷനായി. ഓക്കെ, ഇനി ഇവിടെ നോക്ക്. എ ലെസ് ദാൻ ബി മാത്രമാണെങ്കിൽ എന്താ എത്ര ഓപ്പറാൻഡുകളുണ്ട്? എയും ബിയും 2 ഓപ്പറാൻഡും എന്താ ഉള്ളത് ഓപ്പറേറ്ററുമാണ് ഉള്ളത്. എ ലെസ് ദാൻ ബി എന്ന് പറയുന്നത് എന്താണ് ഒരു എക്സ്പ്രഷനാണ്. ക്ലിയർ ആയല്ലോ. ഓപ്പറേറ്റർ ഓപ്പറാൻഡ് എക്സ്പ്രഷന്. ക്ലിയർ ആയല്ലോ. കണ്ടോ, വേറെ എക്സാമ്പിൾ കൊടുത്തിരിക്കുക കണ്ടോ. y+12 എന്ന് പറയുമ്പോൾ 28. അപ്പോൾ അതൊരു എക്സ്പ്രഷനാണ്. അതിനകത്ത് എന്താണ് ഞാൻ ഇത് തന്നെ എന്തൊക്കെയായിരിക്കും പ്ലസ് ഈസ് ഈക്വൽ ടു ആയിരിക്കും എന്തെന്ന് പറയുന്നത് അതിനകത്തെ ഓപ്പറേറ്ററുകൾ എന്ന് പറയുന്നത്. പിന്നെ ആരൊക്കെയായിരിക്കും ഓപ്പറാൻഡ്? ഇവിടെ നോക്കിക്കേ. ഇവിടെ നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട്, ഇവിടെ ഒരു വേരിയബിളും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം വേരിയബിൾ ആണെങ്കിലും നമ്മൾ എന്തായിട്ട് എടുക്കുന്നത് ഓപ്പറാൻഡായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആ ലിസ്റ്റിൽ അവർ വരും. y+12 അല്ലേ, y+12 ഈസ് ഈക്വൽ ടു 28 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 12, 28 ഡയറക്റ്റ് ഉണ്ടല്ലോ. y എന്ന് പറയുന്നത് വേരിയബിളാണ്, കുഴപ്പമില്ല, അവരും വരും. അതിനകത്ത് ഏതെങ്കിലും ഒരു വാല്യൂ സ്റ്റോർ ആയിരിക്കും, അവരും വരും ഇല്ലേ. അപ്പോൾ ഇതൊരു എക്സ്പ്രഷനായി. ഇതിനകത്ത് ഓപ്പറേറ്ററുകൾ പ്ലസും ഈക്വലും. അപ്പോൾ ബാക്കി ആൾക്കാരെല്ലാം എന്താണ് y, 12, 28 ഇവരെല്ലാം എന്താണ് ഓപ്പറാൻഡുകളുമാണ്. ക്ലിയർ ആയല്ലോ. അതിനകത്തെ y എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടെയാണ്. y ഓപ്പറേറ്ററിനകത്ത് വരും ഇല്ലേ, അതിനകത്തൊരു വാല്യൂ സ്റ്റോർ ആവും. അപ്പോൾ അതാരാണ്? അതിലുള്ളൊരു വേരിയബിൾ അല്ലേ. അപ്പം വൈക്ക് ഞാൻ എന്തെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. വൈക്കകത്ത് എന്തായാലും ഒരു വാല്യൂ സ്റ്റോർ ആയിരിക്കുമല്ലോ. നെക്സ്റ്റ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ്. നോക്കിയേ, ഈ ഓപ്പറേറ്ററുകളെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കാം. ഓപ്പറേറ്ററുകളെ നമ്മൾ എത്രയായിട്ടാണ്? 3ആയിട്ട് തരംതിരിക്കും. നോക്ക്, യൂണറി ഓപ്പറേറ്റർ, ബൈനറി ഓപ്പറേറ്റർ, ടെർണറി ഓപ്പറേറ്റർ. ഓപ്പറേറ്ററുകളെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കും. യൂണറി ഓപ്പറേറ്റർ, ബൈനറി ഓപ്പറേറ്റർ, ടെർണറി ഓപ്പറേറ്റർ. എന്താണ് യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്?
യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇങ്ങോട്ട് നോക്കിക്കേ, ദേ വർക്ക് വിത്ത് വൺ ഓപ്പറാൻഡ്. ഓപ്പറാൻഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇപ്പോൾ എ പ്ലസ് ബി എന്ന് എഴുതിയാൽ അതിനകത്ത് ഓപ്പറാൻഡുകൾ ആരൊക്കെയാ? എയും ബിയും ആണ് അതിനകത്ത് ആര്? ഓപ്പറാൻഡ്. പ്ലസ് എന്ന് പറയുന്നത് എന്തുമായിരിക്കും അതിനകത്തെ? ഓപ്പറേറ്റർ. അപ്പോൾ തിരിഞ്ഞു പോകരുത്, യൂണറി ഓപ്പറേറ്റർ എന്ന് കണ്ടുകൊണ്ട് ഓപ്പറേറ്ററുകളുടെ എണ്ണം എന്നല്ല, അല്ലെങ്കിൽ എത്ര ഓപ്പറേറ്ററുകളുണ്ടെന്നല്ല, ഓപ്പറാൻഡുകളാണ് ഇവിടെ നോക്കുന്നത്. എത്ര ഓപ്പറാൻഡ്. ഓക്കെ, ഓപ്പറാൻഡ് എന്ന് പറഞ്ഞാൽ എ ബി എന്ന് ഞാൻ പറഞ്ഞില്ലേ, അവരായിരിക്കും ഓപ്പറാൻഡ്. അപ്പോൾ അത് എത്ര എണ്ണേ കാണത്തുള്ളൂ? ഒരാളെ കാണത്തുള്ളൂ. ഒരാളെ ഉള്ളെങ്കിൽ അതെന്ത് ഓപ്പറേറ്ററായി? യൂണറി ഓപ്പറേറ്ററായി. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഐ പ്ലസ് പ്ലസ് എന്നൊക്കെ കണ്ടിട്ടുണ്ടോ? ഫോർ ലൂപ്പ് ഇടത്തില്ലേ? ഫോർ ഐ ഈസ് ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, ഐ പ്ലസ് പ്ലസ് അല്ലെങ്കിൽ പ്ലസ് പ്ലസ് ഐ മൈനസ് 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 ഐ എന്നൊക്കെ ഇട്ടിട്ടില്ലേ? അപ്പോൾ ഇത് നോക്കി, ഈ ഐ പ്ലസ് പ്ലസ് എന്ന് പറയുന്നതിനകത്ത് എത്ര ഓപ്പറേറ്റർ ഉണ്ട്? നമുക്ക് അറിയാവുന്ന ആൾക്കാരെ ആദ്യം നോക്കാം. ഏറ്റവും ആദ്യം അറിയാം നമുക്ക് ഓപ്പറേറ്ററുകൾ എന്തായാലും നമുക്ക് കണ്ണും പൂട്ടി അറിയാമല്ലോ. അപ്പോൾ 2 ഓപ്പറേറ്റർ ഉണ്ട്. ഇനി എന്തായിരിക്കും കൂടെ ഉള്ളത്? ആരാ? ഐ എന്ന് പറയുന്നൊരു വേരിയബിളാണ്, അതൊരു ഓപ്പറാൻഡ് അല്ലേ? അപ്പോൾ അത് എത്ര ആളേ ഉള്ളൂ? ഒരാളേ ഉള്ളൂ. ഒരാളെ ഉള്ളെങ്കിൽ എന്തോ പറഞ്ഞിരിക്കുന്നത്? യൂണറി ഓപ്പറേറ്റർ. അപ്പോൾ ശ്രദ്ധിക്കണം, എന്താണ് യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്? ഒരു ഓപ്പറാൻഡ്, ഓപ്പറേറ്റർ അല്ല. ഈ പ്ലസ് പ്ലസ് എത്ര ഉണ്ടെന്നല്ല, ഈ ഓപ്പറേറ്ററുകൾ എത്ര ഉണ്ടെന്നല്ല, കൂടെ ഉള്ളതാണ്ട് ഇവർ ഓപ്പറാൻഡുകൾ. എത്ര ഓപ്പറാൻഡുകളാണ് ഉള്ളതെന്ന്. അത് ഒരാളെ ഉള്ളെങ്കിൽ എന്താ? യൂണറി ഓപ്പറേറ്റർ. ഇവിടെ നോക്കുക, ഐ എന്ന് പറയുന്നത് ഓപ്പറാൻഡാണ്, പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് 2 ഓപ്പറേറ്ററുകളും ഉണ്ട്. അപ്പോൾ ഇവിടെ ഓപ്പറാൻഡിൻ്റെ എണ്ണം എത്ര? ഐ ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതെന്തായി? യൂണറി ഓപ്പറേറ്ററാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഓപ്പറാൻഡുകളുടെ എണ്ണമാണ് എടുക്കുന്നത്, ഓപ്പറേറ്ററിൻ്റെ എണ്ണം അല്ല. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയാം, ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഐ പ്ലസ് 1 എന്നാണ് കേട്ടോ. ഐ പ്ലസ് 1. ഐയിൽ എന്ത് വാല്യൂ ആണോ ഇപ്പോൾ സ്റ്റോർ ആയിരിക്കുന്നത്, കറൻ്റ്ലി ഏത് വാല്യൂ ആണോ സ്റ്റോർ ആയിരിക്കുന്നത്, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഐയിൽ ഇപ്പം 0 ആണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ 0 + 1, ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏത് വാല്യൂ പോയിരിക്കും? 1 പോയിരിക്കും. ഐയിൽ 5 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഐ പ്ലസ് 1 എന്ന് പറയുമ്പോൾ 5 + 1 എന്ന് പറയുമ്പം 6 പോയിരിക്കും. ഓക്കെ, ഡീപ്പായിട്ടൊന്നും പറയുന്നില്ല, ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, ബൈനറി ഓപ്പറേറ്റർ. ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ അർത്ഥമായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒരു ഓപ്പറാൻഡേ ഉള്ളെങ്കിൽ അത് യൂണറി ഓപ്പറേറ്റർ. അപ്പോൾ ബൈനറി എന്തായിരിക്കും? 2 ഓപ്പറാൻഡ്. ഓപ്പറേറ്റർ അല്ല, ഓപ്പറാൻഡ്. അപ്പോൾ 2 ഓപ്പറാൻഡുകളുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ബൈനറി ഓപ്പറേറ്റർ ആയിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ എ പ്ലസ് ബി, എക്സ് പ്ലസ് വൈ, ഇതെല്ലാം എന്താണ്? ബൈനറി ഓപ്പറേറ്ററാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്ക്, എക്സ് പ്ലസ് വൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സും വൈ എന്നും പറയുന്നത് ഇതിനകത്ത് ഓപ്പറാൻഡുകളാണ്. പ്ലസ് എന്ന് പറയുന്നത് ഓപ്പറേറ്ററാണ്. അപ്പോൾ ഇതിനകത്ത് എത്ര ഓപ്പറേറ്റർ? ഒരു ഓപ്പറേറ്ററും 2 ഓപ്പറാൻഡ് ആയില്ലേ? എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? 2 ഓപ്പറാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയാം. അപ്പോൾ അതെന്താണ്? ഇതൊരു ബൈനറി ഓപ്പറേറ്ററാണ്. എ പ്ലസ് ബി എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേറ്ററാണ്. എക്സ് പ്ലസ് വൈ, എക്സ് മൈനസ് വൈ, എ മൈനസ് വൈ, എ മോഡുലസ് ബി എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ 5 മോഡുലസ് 2, അങ്ങനെ എന്ത് ഡയറക്റ്റ് വാല്യൂ തരുന്നതാവാം, വേരിയബിൾ ഹോൾഡ് ചെയ്യുന്നതാവാം, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. 2 പേരേ ഉള്ളെങ്കിൽ, 2 ഓപ്പറാൻഡുകളെ അതിനകത്തുണ്ടെങ്കിൽ അവരെന്താ? ബൈനറി ഓപ്പറേറ്റർ. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നോക്കും, മൂന്നാമത്തെയാണ് ടേർണറി ഓപ്പറേറ്റർ. ടേർണറി ഓപ്പറേറ്റർ. അപ്പോൾ അതൊന്നും എന്തായിരിക്കും? ടേർണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ കണക്ക് തന്നെ. അപ്പോൾ 1 ആയി 2 ആയി, അപ്പോൾ അടുത്ത് എന്തായിരിക്കും? 3 ഓപ്പറാൻഡുകൾ കാണും കേട്ടോ. ദാറ്റ് വർക്ക് വിത്ത് 3 ഓപ്പറാൻഡ്സ്. എത്ര എണ്ണം കാണും? 3 പേര്. അപ്പം എന്തായി? ടേർണറി ആയി. ഓക്കെ, ഇനി ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ദേ ആർ കണ്ടീഷണൽ ഓപ്പറേറ്റർ. അവരെന്ന് പറയുന്ന ഒരു കണ്ടീഷണൽ ഓപ്പറേറ്റർ ആയിരിക്കും. ആര്? ടേർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ടേർണറി ഓപ്പറേറ്ററിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കണ്ടീഷണൽ ഓപ്പറേറ്ററൊക്കെ വെച്ച് നമ്മളിങ്ങനെ പ്രോഗ്രാമൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നോക്കിയ ഒരു കണ്ടീഷണൽ ഓപ്പറേറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 3 ഓപ്പറാൻഡുകൾ കാണും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിരിക്കുകയാണ്, ഒരു കണ്ടീഷണൽ ഓപ്പറേറ്ററാണ് ഞാൻ ഇവിടുത്തെ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആണ്ടേ, ഇതൊരു ഓപ്പറേറ്ററാണ് കേട്ടോ. ഇതിൻ്റെ പേരാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഒരു ഫുൾ കോളനും, ഒരു കോളനും, ഫുൾ കോളനല്ല കോളൻ, ഒരു ക്വസ്റ്റ്യൻ മാർക്കും കോളനും. ഓക്കെ, ഇതൊരു കണ്ടീഷണൽ ഓപ്പറേറ്ററാണ്. ഇനി നമുക്ക് നോക്കാം. നോക്കിക്കോ, നമ്മൾ ആദ്യം ഒരു എക്സ്പ്രഷൻ എഴുതും. എക്സ്പ്രഷൻ എഴുതിയിട്ട് ഒന്നാമത്തെ ഓപ്പറേറ്ററിൻ്റെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. ഓക്കെ, പിന്നെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് 1 കൊടുക്കും, എന്നിട്ട് എന്ത് കൊടുക്കും? കോളൻ ഇടും. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 2. ഇങ്ങനെയായിരിക്കും അതിൻ്റെ സിൻടാക്സ് വരുന്നത്. എക്സ്പ്രഷൻ, ക്വസ്റ്റ്യൻ മാർക്ക്, സ്റ്റേറ്റ്മെൻറ്റ് 1, കോളൻ, സ്റ്റേറ്റ്മെൻറ്റ് 2. എക്സാമ്പിൾ നോക്കൂ,
എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. നോക്ക്, എ ഗ്രേറ്റർ ദാൻ ബി, ക്വസ്റ്റ്യൻ മാർക്ക് എ കോളൻ ബി. വല്ല മനസ്സിലായോ എന്താ അതിൻ്റെ അർത്ഥം? എ ഗ്രേറ്റർ ദാൻ ബി നമുക്ക് കുറേശ്ശെ നോക്കാം. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി മാത്രം എടുക്കുക. എന്തോ പറഞ്ഞിരിക്കുന്നത്, എ വലുതാണ്, എ ആണോ ബി ആണോ വലുതെന്ന്. ഇപ്പം ഞാൻ എക്ക് നമ്മളൊരു എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കണം. എക്ക് ഇപ്പം ഞാൻ 5 ഇട്ട് കൊടുക്കുന്നു, ബിക്ക് ഞാൻ 3 ഇട്ട് കൊടുക്കുന്നു എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞത് ശരിയാണോ? ആണോ? ക്വസ്റ്റ്യൻ മാർക്കാ ആണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ എക്ക് 5ഉം ബിക്ക് 3 ഇട്ട് കൊടുത്താൽ ഉറപ്പായിട്ടും എ അല്ലേ വലുത്. അപ്പോൾ എ അല്ലേ അവിടെ ശരി ഇല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് പ്രിൻ്റ് ആവും? വേണ്ടേ, എ പ്രിൻ്റ് ആവും. ഓക്കെ, എക്സ്പ്രഷൻ ചെക്ക് ചെയ്യും. എക്സ്പ്രഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ, തന്നിരിക്കുന്ന എക്സ്പ്രഷൻ അതുപോലെ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 പ്രിൻ്റ് ആവും. ഓക്കെ, അപ്പോൾ അവിടെ നോക്ക്, എക്ക് ഞാൻ 5 ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ ബിക്ക് 3 ഞാൻ ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി, അതായത് 5 ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുന്ന കണ്ടീഷൻ ശരിയല്ലേ? ശരിയായാൽ എന്തെനിക്ക് അവിടെ പ്രിൻ്റ് ആവണം? എക്കകത്ത് ആരാ ഇരിക്കുന്നത്? 5. അപ്പോൾ 5 അല്ലേ 5 പ്രിൻ്റ് ആവും. 5 വലുതെന്ന് പ്രിൻ്റ് ആവും. മനസ്സിലായോ? ഇനി തിരിച്ചാന്ന് വിചാരിച്ചോ, എക്ക് 3 ബിക്ക് 5. അപ്പം 5 എന്തുവാ ഗ്രേറ്റർ ദാൻ 5 ഇങ്ങനെയല്ലേ വരുന്നത് അല്ലേ? എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്ക് ഞാൻ 3 ഇട്ട് കൊടുത്തു, ബിക്ക് ഞാൻ 5 ഇട്ട് കൊടുത്തു. അപ്പോൾ 3 ഗ്രേറ്റർ ദാൻ 5 എന്ന് വരും. 3 ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുന്നത് കണ്ടീഷൻ ശരിയാണോ? 5 അല്ലേ വലുത്? അപ്പം തിരിച്ചല്ലേ വരേണ്ടുന്നത് ഇല്ലേ? പക്ഷെ തന്നിരിക്കുന്ന പ്രകാരം നമ്മൾ എഴുതി നോക്കിയാൽ 3 ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുന്ന കണ്ടീഷൻ എന്താണ്? ആ ഒരു എക്സ്പ്രഷൻ എന്താണ്? തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? സ്റ്റേറ്റ്മെൻറ്റ് 2 പ്രിൻ്റ് ആവും. 2 എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാ? ഇവിടെ ഈ കണ്ടീഷനിൽ ഇപ്പം 5 ഗ്രേറ്റർ ദാൻ 3 ഗ്രേറ്റർ ദാൻ 5 എന്നല്ലേ കിടക്കുന്നത്. അപ്പോൾ 5 അല്ലേ? ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ നേരെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ആവും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നതിൽ വെച്ചിൽ എ എന്ന് പറയുന്നത് 3ഉം ബി എന്ന് പറയുന്നത് എന്തുവാണ്? 5 അല്ലേ? അപ്പോൾ 3 ഗ്രേറ്റർ ദാൻ 5 എന്നല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും പ്രിൻ്റ് ആവുന്നത് അവിടെ? ബി ആയിരിക്കും പ്രിൻ്റ് ആവുന്നത്. ബി പ്രിൻ്റ് ആവും. ഒന്നുകൂടെ പറയാം, എ ഗ്രേറ്റർ ദാൻ ബി എന്നാണ് നമ്മൾ ആ വാല്യൂ ഇട്ട് കൊടുക്കുമ്പം ഇതേ കണ്ടീഷൻ അതുപോലെ, ആ എക്സ്പ്രഷൻ അതുപോലെ അവർ ശരിയാണ് പാലിക്കുന്നതെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ആവും. അതായത് 5 ഗ്രേറ്റർ ദാൻ 3 എന്നായിരുന്നുവെങ്കിൽ എന്ത് തന്നെ പ്രിൻ്റ് ആവും? എനിക്ക് 5 തന്നെ. കണ്ടീഷൻ ആ എക്സ്പ്രഷൻ ശരിയല്ലേ? അതുകൊണ്ട് 5 തന്നെ പ്രിൻ്റ് ആവും. അതുകൊണ്ടല്ലേ എ കൊടുത്തിരിക്കുന്ന ആദ്യം. രണ്ടാമത് തിരിച്ചാണെങ്കിൽ 3 ഗ്രേറ്റർ ദാൻ 5 എന്നാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കണ്ടീഷൻ തെറ്റല്ലേ? തെറ്റാണെങ്കിൽ ഈ സെക്ഷനിലോട്ട് ഒരു പോകത്തില്ല, ഇത് എടുക്കത്തില്ല. എന്തായിരിക്കും? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 2 പ്രിൻ്റ് ആവും. അപ്പോൾ എന്തായിരിക്കും? 5 എന്നല്ലേ നമുക്ക് വരുന്നത്? 5 തന്നെ കിട്ടും കേട്ടോ. അത് നിങ്ങൾ എഴുതി നോക്കണം. ഈ ഒരു എക്സ്പ്രഷൻ എടുത്തിട്ട് പേപ്പറിലെ ബുക്കിൽ എവിടെയെങ്കിലും എഴുതിയിട്ട് അതിൻ്റെ വാല്യൂ ഇട്ടിട്ട് എഴുതി നോക്കുക. അപ്പോൾ ആ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 പ്രിൻ്റ് ആവും, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 പ്രിൻ്റ് ആവും കേട്ടോ. ഇവിടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേറ്റർ ദാൻ ബി, എയും ബിയും എന്നൊക്കെ പറഞ്ഞ ആ ഒരു സാധനം സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇങ്ങനെ 3 ഓപ്പറാൻഡുകൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്താന്ന് പറയുന്നത്? ടെർണറി ഓപ്പറേറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അറിഞ്ഞിരിക്കുക. ഇനി പലതരത്തിലുള്ള ഓപ്പറേറ്ററുകളാണ് കേട്ടോ. ഓപ്പറേറ്ററുകൾ തന്നെ പല തരത്തിലുണ്ട്, ഒത്തിരി ഉണ്ട്. ഒന്നാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. എന്തുമായിരിക്കും? അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, മോഡുലസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററുകൾ. പിന്നെ യൂണറി ഓപ്പറേറ്ററുകൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് എന്താ, ഒരു ഓപ്പറാൻഡ് മാത്രമേ കാണത്തുള്ളൂ, I++ എന്നൊക്കെ പറയത്തില്ല. പിന്നെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉണ്ട്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്നറിയാം, നമ്മുടെ ഈക്വൽ ടു ഉണ്ടല്ലോ, ആ വാല്യൂവിനെ എന്നത്തോട്ട് അസൈൻ ചെയ്ത് വയ്ക്കും. ഇപ്പോൾ A = 5 എന്ന് പറഞ്ഞാൽ 5 എന്ന് പറയുന്ന വാല്യൂ എക്കകത്തോട്ട് പോയി അസൈൻ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. എയിൽ ഇപ്പോൾ ഇരിക്കുന്നത് 5 ആണ്. ഓക്കെ, അസൈൻ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, പ്രോഗ്രാമിനകത്ത് ഒരിക്കലും ഈക്വൽ ടു എന്ന് പറയുന്നത് നമ്മുടെ ഈക്വൽ സൈൻ അല്ല. പ്രോഗ്രാമിനകത്ത് ഈക്വൽ സൈൻ അല്ല, എന്താണ്, 2 ഈക്വലാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ഈക്വൽ ആണെന്ന് പറയുന്നത് പ്രോഗ്രാമിൻ്റെ ഭാഷയിലുള്ള അതിൻ്റെ സൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ഈക്വലുകൾ ചേർന്നതാണ്. ഒറ്റ ഈക്വൽ മാത്രമേ വരുന്നുള്ളൂന്നുണ്ടെങ്കിൽ അത് അസൈൻ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, കമ്പാരിസൺ ഒക്കെ ചെയ്യുന്നത്.
പിന്നെ ലോജിക്കൽ ഓപ്പറേറ്ററുകളുണ്ട്, കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉണ്ട്, കോമ ഓപ്പറേറ്റർ, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, അഡ്രസ് ആൻഡ് പോയിന്റർ ഓപ്പറേറ്റർ, ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. അപ്പോൾ ഇത്രയും ഓപ്പറേറ്റേഴ്സാണ് നമുക്ക് സി പി പിക്കകത്തുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും ഈ ക്ലാസ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. താങ്ക് യു.